എപ്പോഴും ജീവിതത്തെ മേൽഗതി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡെയിലി ബ്രെഡിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ബൈബിൾ മൊത്തം നോക്കുമ്പോൾ ബൈബിളിനെ വിളിക്കുന്ന പേര് ഉടമ്പടി പുസ്തകം എന്നാണ്. ബൈബിൾ തന്നെ ഒരു ഉടമ്പടി പുസ്തകമാണ്. 2 രാജാക്കന്മാർ 23:3 എഴുതുക. സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ബൈബിളെന്ന് പറയണില്ല അവര്, കർത്താവിൻ്റെ പുസ്തകം എന്ന് പറയണില്ല, വചനഗ്രന്ഥം എന്ന് പറയണില്ല, മറിച്ച് ഉടമ്പടി ഗ്രന്ഥം എന്നാണ് വിളിക്കുന്നത് ബൈബിളിന്. അതെ, ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ പാലിച്ച് അവിടുത്തെ പിന്തുടർന്നു കൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു. അത്രയേ ഉള്ളൂ. ഉടമ്പടി അത്രയേ ഉള്ളൂ. എന്താണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചു കൊള്ളാവുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ആ ക്യാപിറ്റൽ വേർഷനിൽ നിന്നാണ് മരിയൻ ഉടമ്പടി ശാഖ എടുത്തിരിക്കുന്നത്. നമ്മുടെ എന്താണ് അമ്മ പറയണത് എന്താണ്? ഇല്ലായ്മകൾ പരിഹരിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുക, കർത്താവിൻ്റെ കൽപ്പന പ്രമാണങ്ങൾ അനുസരിക്കുക എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ ഓരോരോ പ്രാദേശികമായ വിഷയങ്ങളിൽ പ്രാദേശികമായ രീതിയിൽ അത് നമ്മൾ പരിഹരിച്ചും അനുവർത്തിച്ചും പോകും. ബൈബിൾ എന്താണ്? ഉടമ്പടി പുസ്തകമാണ്. പുറപ്പാട് 24:7-8 എടുത്തേ. അനന്തരം ഉടമ്പടി ഗ്രന്ഥം എടുത്ത് അവിടെ കണ്ട പുറപ്പാട് 24 പറയണത് എന്താണ്? ഉടമ്പടി ഗ്രന്ഥം എടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. ബൈബിൾ എന്നല്ല പറയണത്, ഉടമ്പടി ഗ്രന്ഥം എന്ന് പറയണത്. കാര്യം ഈ ബൈബിളിൽ മൊത്തം ഉടമ്പടിയുടെ ഫോർമാറ്റിലാണ് എഴുതിയിരിക്കണത്. എന്തിനാണത്? ഈ പ്രവാചകന്മാർ വന്നതും പോയതും എല്ലാം എന്തിനാണ്? ജനങ്ങൾ ഉടമ്പടി പാലിക്കുന്നുണ്ടോ? ഉടമ്പടി പാലിക്കുന്നുണ്ടോ വെച്ചാൽ ഉടമ്പടി എന്തൊക്കെ വേണം? ഉടമ്പടി 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെ വേണം? ഫെയ്ത്ത്ഫുൾനെസ് വേണം, ദൈവത്തോട് വിശ്വസ്തത വേണം, പിന്നെ എന്ത് വേണം? ഒബീഡിയൻസ് വേണം, അനുസരണ വേണം. അപ്പം വിശ്വസ്തത, അനുസരണ, പിന്നെന്താ വേണ്ടത്? അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, ദൈവമായിട്ടുള്ള ബന്ധം. ഇത്രയും കാര്യങ്ങളാണ് ഉടമ്പടി കാതൽ. അപ്പം ഫെയ്ത്ത്ഫുൾനെസ് വേണം, ഒബീഡിയൻസ് വേണം, റിലേഷൻഷിപ്പ് വേണം. അതായത് വിശ്വസ്തത വേണം, അനുസരണ വേണം, അതുപോലെ തന്നെ ദൈവത്തോട് ബന്ധം വേണം. അതിന് ആണ് നമ്മൾ ഉടമ്പടിയുടെ ഓരോ ഫോർമുല അത് ആക്ടിവേഷൻ പ്രിൻസിപ്പിളിൽ അവൻ പറയണ പോലെ ചെയ്യുന്നതിൽ ഓരോ കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഉപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ ഉടമ്പടിയിൽ ആ ബൈബിളിലൂടെ ഉപ്പുള്ളതാ, ഉപ്പ് ഉപയോഗിക്കുന്നതാണ്. അതിന് വിശ്വാസ പ്രയോഗമെന്ന് പറയും.